ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട പ്രചരണം ചൂടുപിടിക്കുന്നതോടെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു പ്രത്യേകത, എല്ലാ സ്ഥാനാർത്ഥികളും പോകുന്നത് ആദ്യം വിദ്യാലയങ്ങളിലേക്കാണ്. ഡിഗ്രി മുതലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ പാർട്ടി ഭേദമില്ല. ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും ഒപ്പം തന്നെ NDAയുടെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ആദ്യം ചെല്ലുന്നത് ഇത്തരം വിദ്യാലയങ്ങളിലേക്കാണ്. ഡിഗ്രി മുതലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലടക്കമുള്ള വിദ്യാലയങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികൾ ആദ്യമായി പോകുന്നത്. അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ചില കണക്കുകളിലേക്ക് കൂടി പോകേണ്ടി വരുന്നത്. കാരണം ഇത്തവണ സംസ്ഥാനത്താകെ 1.37% പുതിയ വോട്ടർമാരുണ്ട് എന്നുള്ളതാണ്. അത്രയും വോട്ടർമാർ പുതിയതായി ചിന്തിക്കുന്ന വോട്ടർമാരാണ്. അവരാണ് പുതിയതായി ഭൂരിപക്ഷം ഉയർത്തുന്ന ഒരു ഘടകം. അതുകൊണ്ട് തന്നെ ഈ പുതിയ വോട്ടർമാരെ ഏത് തരത്തിൽ സ്വാധീനിച്ചാലും തങ്ങൾക്ക് വളരെ നേട്ടമുണ്ടാകും. പ്രത്യേകിച്ചും കൗമാര പ്രായത്തിലെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ യൗവനത്തിന് തുടക്കത്തിലെത്തി നിൽക്കുന്ന ഇവരെ സംബന്ധിച്ച് അവരിലേക്ക് സ്വാധീനം ചെലുത്തിയാൽ തീർച്ചയായും ആ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി വളരെ വേഗം മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ. അത്തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ വർഷം 2,61,780 പുതിയ വോട്ടർമാരാണ് സംസ്ഥാനത്ത് ഉള്ളത്. അതത്ര ചെറിയ ഒരു സംഖ്യയല്ല. മണ്ഡലങ്ങളിൽ ആകെ പടർന്നു കിടക്കുന്ന ഈ പുതിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ വളരെ വേഗം കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോളേജുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥികൾ കയറി ഇറങ്ങുന്നത്. മിക്കവാറും സ്ഥാനാർത്ഥികൾ ക്ലാസ് റൂമിൽ ചെന്ന് തങ്ങളുടെ രാഷ്ട്രീയം വിശദീകരിക്കാറുണ്ട്. ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ ആ തരത്തിലുള്ള നിലപാടുകളാണ് സ്ഥാനാർത്ഥികളും കൈക്കൊള്ളുന്നത്. ക്ലാസ് റൂമിനകത്ത് കയറി രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുക, താൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണ്, എന്തുകൊണ്ടാണ് താൻ ഇത്തരമൊരു രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യണം എന്നടക്കമുള്ള ഒരു ചെറിയ ക്ലാസുകൾ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ എടുക്കുന്നതാണ്. വിദ്യാർത്ഥികളോട് നേരിട്ട് സംവദിക്കുന്ന ഒരു പ്രവണതയാണ് ഇത്തവണ കൂടുതലായി കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഈ കണക്കാണ്. കാരണം കൂടുതൽ പുതിയ വോട്ടർമാർ വരുന്നു. അവരെ സ്വാധീനിക്കുക, ഒപ്പം തന്നെ അവരെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി തീർക്കുക, അവരെ ജനാധിപത്യ ബോധമുള്ളവരാക്കി തീർത്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ അവരെ കൂടുതൽ സജീവമായി പങ്കാളികളാക്കുക എന്ന നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ആരോഗ്യകരമായ കാര്യം തന്നെയാണ്. നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് പുതിയതായി ചിന്തിക്കുന്ന, പുതിയതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്ന, പുതിയതായി വോട്ടവകാശം നേടിയെടുക്കുന്ന പൗരനെ സംബന്ധിച്ച് തങ്ങളുടെ അധികാരം വിനിയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന് അവരെ പ്രേരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നടപടി തീർച്ചയായും ആശാവഹമാണ്. അത്തരത്തിൽ ആരോഗ്യകരമായ ഒരു ഇടപെടലാണ് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ സ്ഥാനാർത്ഥികൾ നടത്തിവരുന്നത്.